ശരിക്കും മാഫിയാസിന്റെ ഒരു അഴിഞ്ഞാട്ടമുണ്ട് എന്ന് തന്നെ വേണം പറയാനായിട്ട്. കാരണം ഇതേപോലുള്ള കലാകാരന്മാർ ഉയർന്നു വരുമ്പോൾ ഒത്തിരി മാഫിയാസിന്റെ ഒരു വലയം തന്നെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു പ്രേക്ഷകൻ പറയുന്നത്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഈ പീഡന കേസുകൾ ഒരുപാട് കേൾക്കാറുണ്ട്. പക്ഷെ ഒരു പ്രാവശ്യം ചെയ്തിട്ടാണെങ്കിൽ നമുക്കത് മനസ്സിലാവും പീഡിപ്പിക്കപ്പെട്ടാണ്. പക്ഷെ ഇത് വർഷങ്ങളോളം ചെയ്തെന്ന് പറഞ്ഞാൽ എന്തടിസ്ഥാനത്തിലത് പറയുന്നു? എന്റെ പൊന്നെ, കേരളം പീഡനം കൊണ്ട് നിറയ്ക്കുകയാണോ? അതിൽ ഒരു തവണ പീഡിപ്പിച്ചാൽ ഏതൊരു സ്ത്രീജനായി കഴിഞ്ഞാലും പരാതി കൊടുക്കേണ്ടതല്ലേ? ഇവര് കുറെ തവണ പീഡിപ്പിച്ചു, ഇപ്പോഴാണോ അവർ പുറത്തിയാടിയിരിക്കുന്നത്? എന്താണ് ഇത്? ശരിക്കും സത്യാവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ പണം വിഴുങ്ങാനുള്ള ഒരു അത്യാഗ്രഹത്തിന്റെ പുറത്ത് കൊടുത്തിരിക്കുന്നതാണ് എന്നുള്ളതാണ്. അവരുടെ അറിവോട് കൂടി അല്ലാതെ പീഡിപ്പിക്കേണ്ടതായിട്ട് വരാനുള്ള ഒരു അവസ്ഥയില്ലെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. അതെ, തീർച്ചയായിട്ടും. അതായത് ഈ പുരുഷനായിട്ടുള്ള ആൾ വിളിക്കുന്നവർക്കൊക്കെ ഇവർ ചെല്ലാനായിട്ട് അതിന് സന്നദ്ധനും സമ്മതപ്രകാരം മനസ്സുണ്ടായിട്ടുള്ള സമ്മത മനസ്സുള്ളതിൻ്റെ പേരിലുള്ള പുരുഷൻ വിളിക്കുന്നവർക്കൊക്കെ ഇവർ ചെല്ലണത്. അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് പോകാൻ താല്പര്യമില്ല, ഞങ്ങൾ പോയാൽ പോലെ. എന്നെ സംബന്ധിച്ചൊക്കെ ഞാൻ മനസ്സിലാക്കി എനിക്കിഷ്ടമില്ലാത്ത ഫോൺ കോൾ വന്നാൽ തന്നെ അപ്പം ഞാൻ കട്ട് ചെയ്യും. ആ രീതിയാണ് എനിക്ക് എൻ്റേതൊക്കെ. അതേപോലെ നമുക്ക് കട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പം തന്നെ കട്ട് ചെയ്താൽ പോരെ. അതാണ് വേണ്ടത്. അല്ലാതെ എന്നെ പീഡിപ്പിച്ച് എന്ന് പറഞ്ഞു നടക്കേണ്ട കാര്യമില്ല. അതും ഒരുപാട് തവണ കഴിഞ്ഞതിന് ശേഷമാണ് പരാതിയുമായിട്ട് ഇപ്പൊ പുറത്ത് ചാടിയിരിക്കുന്നത്. ഇത് ശരിക്കും സാമ്പത്തികത്തിന് വേണ്ടി തന്നെയാണെന്നുള്ള കാര്യം ഒരു 100 വോൾട്ടേജിൽ പറയാം. അതെ, ഒരുപാട് ഇവന്റെ പണം ഒരു പണം ഇപ്പൊ സമ്പാദിപ്പിക്കുന്നു അവന്റെ കലാപരിപാടി. അദ്ദേഹത്തിന്റെ മണിക്കൂറുകൾ കൊണ്ട് ഇത്ര ലക്ഷം രൂപ നല്ലൊരു വരുമാനമുണ്ട്. അതുപോലെ പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ടാവും. ഇവര് ചിലപ്പോ ഈ പ്രശസ്തനായ ഒരാളെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ മറ്റവർക്കും കുപ്രസിദ്ധി. വലിയൊരു മാഫിയാസ് തന്നെ ഇതിന് പുറത്തിറങ്ങി നടക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഒരു അപകീർത്തിപ്പെടുത്താൻ. മാഫിയ ഞാൻ പറഞ്ഞു. തീർച്ചയായിട്ടും മാഫിയാസ് കൊണ്ട് അതായത് ജാതീയമായിട്ടുള്ള കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. നിറവും ജാതിയും അതിനകത്തുണ്ട്. കാരണം വേടനെ സംബന്ധിച്ച് ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളാണെന്നുള്ള രീതിയിലാണല്ലോ വിലയിരുത്തപ്പെടുന്നത്. പക്ഷെ അതുകൊണ്ട് അവനൊന്നും ഈ കലാരംഗത്ത് ഇത്രയും ഉയർന്നു നിൽക്കേണ്ട ആളൊന്നല്ല, അവനൊന്നും അറിയപ്പെടേണ്ട ആളല്ല എന്നുള്ള രീതിയിൽ ചിലർ അതിനെ കാണുന്നുണ്ട്. അത് ജാതീയത തന്നെയാണ്, വർണ്ണവെറിയാണെന്ന് ഞാൻ പറഞ്ഞു. വർണ്ണവെറി തന്നെയാണ് അത് നടക്കുന്നത്. ഈ നിറവും ജാതിയും വെച്ച് കളിക്കുന്ന കുറെ ഏപ്പലാച്ചി മോറന്മാരുണ്ട്. അവരെപ്പോലുള്ള മാഫിയാസും ഇതിനകത്ത് ഉണ്ടെന്നുള്ള കാര്യമാണ് ഈ ഒരു പ്രേക്ഷകൻ കൂടി ജോയിന്റ് ആയേക്കണത്. അത് മാത്രമല്ല, ഈ ഒരു കേസിൽ വേടൻ വിവാഹ വാഗ്ദാനം നൽകി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതാണ് ഈ കേസ്. അതായത് സ്ത്രീപക്ഷം മാത്രമായിട്ട് വരുന്നൊരു നിയമമായിട്ടാണ് എനിക്കത് തോന്നിയിരിക്കുന്നത്. അതായത് വിവാഹ വാഗ്ദാനം നൽകിയോ ഇല്ലയോ നമുക്ക് ആർക്കും അറിയില്ല. അതിനുള്ള തെളിവുണ്ടാകുന്നില്ല. എവിഡൻസ് എവിടെ? വിവാഹ വാഗ്ദാനം നൽകി എന്ന് പറയുന്ന ആ ഒരു എവിഡൻസ്, വെറും വാക്കിന്റെ പുറത്ത് ഒരു എവിഡൻസ് ഇല്ലാതെ ഒരു കേസ് ഒരു കാരണവശാലും സമ്മതിക്കാം.